and what are the objectives of different aspects of design engineering. Okay, and what are the different aspects of design? എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? Okay, yesterday we discussed different aspects of design. എന്താണ് ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അതുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ആർ ദേ? ആരെങ്കിലും പറഞ്ഞോ? എന്താണ് അനുശ്രീ, ഓർമ്മയുണ്ടോ? Objectives, constraints, okay, functions and means. Objectives, constraints, functions and means, പിന്നെ ഫോം. ഈ 4 കാര്യങ്ങളായിരുന്നു ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ അതിൽ വി ഡിസ്കസ്ഡ് ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് അല്ലേ? നമ്മൾ ഇന്നലെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എ ഫീച്ചർ ഓർ ബിഹേവിയർ ദാറ്റ് വി വിഷ് ടു ഡിസൈൻ ഓർ ഹാവ് ഓർ എക്സിബിറ്റ്. നമ്മുടെ എന്താണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്, അതാണ് ആക്ച്വലി ഒബ്ജക്റ്റീവ്സ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ജനറിക് ഒബ്ജക്റ്റീവ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ലാഡർ അല്ല, ഒരു പോർട്ടബിൾ ലാഡറിന്റെ കേസ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഒബ്ജക്റ്റീവ് ട്രീ നമ്മൾ ഉണ്ടാക്കിയിരുന്നു അല്ലേ? ഒരു ഒബ്ജക്റ്റീവ് ട്രീ വെച്ചിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തു അല്ലേ? ഡിപ്പെൻഡന്റ് ആയിരിക്കുന്നത്, ഇന്റർ കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഹൈറാർക്കിയൽ അറേഞ്ച്മെന്റ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി നമ്മൾ ഡിസൈൻ കൺസ്ട്രെയിൻസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ എന്താണ്? ലിമിറ്റേഷൻ ആണ് അല്ലേ? ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ് വിൽ ബി ദെയർ വൈൽ ഡിസൈനിങ് എ പ്രോഡക്റ്റ് ഓർ എന്താ, നമ്മളൊരു എന്തെങ്കിലും ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഫങ്ഷണൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ജിയോമെട്രി, കിനമാറ്റിക്സ്, എനർജി റിക്വയർമെന്റ്, മെറ്റീരിയൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ സേഫ്റ്റി കൺസ്ട്രെയിൻസ്, ക്വാളിറ്റി കൺസ്ട്രെയിൻസ് അല്ലേ? ലീഗൽ ആൻഡ് എത്തിക്കൽ കൺസ്ട്രെയിൻസ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി വരുന്നത് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസൈൻ ഫങ്ഷൻസ് ആണ് കേട്ടോ. എന്താണ് ഡിസൈൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? അപ്പോൾ ഫങ്ഷൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫങ്ഷൻസ് ആർ ദ ബിഹേവിയേഴ്സ് ദാറ്റ് എക്സ്പെക്റ്റഡ് ഫ്രോം ദ ഡിസൈൻ. ഒരു ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഫങ്ഷൻ, എന്താണ് അത് ചെയ്യേണ്ടത്, എന്താണ് ഫങ്ഷൻസ് എന്ന് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എ ഡിസൈൻ ഷുഡ് പെർഫോം സർട്ടൻ ഫങ്ഷൻസ് ഓർ കൺവേർട്ട് ഗിവൺ ഇൻപുട്ട് ടു റിക്വയർഡ് ഔട്ട്പുട്ട്. ഒരു നമ്മൾ അതിൽ കുറേ ഇൻപുട്ടുകൾ ഉണ്ടാവും അല്ല? ഒരു ഡിസൈൻ, ഒരു നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ ഉണ്ടാവും. ഡെഫിനറ്റ്ലി യു ഹാവ് സം ഔട്ട്പുട്ട് ഓർ യു നീഡ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ ആ ഇൻപുട്ട് വെച്ചിട്ട് എന്താണ്, എങ്ങനെയാണ് അത് ഔട്ട്പുട്ടിനെ കൺവേർട്ട് ചെയ്യുന്നത്, അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ്, അവിടെ നടക്കുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് അല്ലെ? അതായത് വാട്ട് ദ ഡിസൈൻ വിൽ ഡു ഓർ അക്കംപ്ലിഷ് വിത്ത് ആൻ എംഫസിസ് ഓൺ ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫോം. ആ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത് an action, ഒരു ആക്ഷൻ ആണ് അല്ലെ? an action verb to a noun or object. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ലിഫ്റ്റ് എ ബുക്ക്, അതൊരു ഫംഗ്ഷൻ ആണ്. സപ്പോർട്ട് എ ഷെൽഫ് അല്ലെ? ട്രാൻസ്മിറ്റ് കറണ്ട്, മെഷർ ടെമ്പറേച്ചർ, സ്വിച്ച് ഓൺ എ ലൈറ്റ്. ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ്, നിങ്ങളൊരു സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ ഓർ ഇഫ് യു ഹാവ് ഡിസൈൻഡ് എ പ്രോജക്റ്റ്, ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ടു പെർഫോം സം ഫങ്ഷൻസ് അല്ലെ? അതിന് ചില ടാസ്കുകൾ ഉണ്ട്. ആ ടാസ്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസൈൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് അതിൽ കൊടുത്തത് ലിഫ്റ്റ് എ ബുക്ക്. ഇപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ലിഫ്റ്റ് എ ബുക്ക് എന്നുള്ളതായിരിക്കും അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ എന്തായിരിക്കും? കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആണെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലാഡറാണ് ഡിസൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മളെ വെയിറ്റിന് അത് എന്ത് ചെയ്യണം? താങ്ങണം അല്ലെ? അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അതിന് അല്ലെ? അതുപോലെ തന്നെ അതിന് നേരത്തെ അതാണ് അതിന്റെ ഫംഗ്ഷൻ. അത് ചെയ്യുന്ന കാര്യമാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ഡിസൈൻ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഈ രീതിയിലൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റിസർച്ച് ഫംഗ്ഷൻ. റിസർച്ച് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഐഡന്റിഫൈങ് ദ നീഡ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ, കളക്ഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, അപ്പൊ അന്ന് അതിനാണ് റിസർച്ച് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്താണോ നീഡ്, അപ്പൊ നമ്മൾ അതായത് ഫംഗ്ഷൻ അതിൽ ചെയ്യുന്നതാണ് പറയുന്നത്. ഒന്ന് ഐഡന്റിഫൈങ് ദ നീഡ്,
വർക്കിംഗ് പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കുക, അതുപോലെ കളക്ഷൻ ഓഫ് ഡാറ്റ, എന്തൊക്കെ ഡാറ്റ നമുക്ക് വേണം, അതിനാണ് റിസർച്ച് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ പ്രൊഡക്റ്റ് ഡിസൈൻ, അത് എങ്ങനെയാണ് വേണ്ടത്, അതിന്റെ മോഡലിംഗ് ചെയ്യുക, 3D മോഡലിംഗ് ചെയ്യുക, അതിന്റെ കോൺസെപ്റ്റ് ഉണ്ടാക്കുക, സിമുലേഷൻ ഉണ്ടാക്കുക, അതിനാണ് എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ടെക്നിക്കൽ ഡിസൈനാണ് യൂഷ്വലി എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. റിസർച്ച് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി നമ്മൾ ഏറ്റവും ഇനീഷ്യലായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, എന്താണ് നമുക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, നീഡ്, വാട്ട് ഈസ് അവർ നീഡ്, ഓക്കെ, വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ വി ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ്, അതൊക്കെയാണ് എന്ത് പറയുന്നത് നമ്മുടെ റിസർച്ച് ഫംഗ്ഷനിൽ പറയുന്നത്. എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ടെക്നിക്കൽ ആയിട്ടുള്ള ഡിസൈനാണ് എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3D മോഡൽ ഉണ്ടാക്കുന്നതിന്റെ അല്ലെ, പ്രൊഡക്റ്റ് ഡിസൈൻ ഉണ്ടാക്കുന്നത്, കോൺസെപ്റ്റ്, സിമുലേഷൻ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതിനാണ് എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻ. മാനുഫാക്ചറിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എലമെന്റ് പ്രൊഡക്ഷൻ, അസംബ്ലി, കോസ്റ്റ്, പർച്ചേസ്, റോ മെറ്റീരിയൽ. മാനുഫാക്ചറിംഗ് ഫംഗ്ഷനാണ് ശരിക്കും ആക്ച്വലി ആ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ മെയിൻ ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ എന്തൊക്കെയാണ് അതിന്റെ അസംബ്ലി കാര്യങ്ങളുണ്ട് കണ്ടുപിടിക്കുന്നത്, റോ മെറ്റീരിയൽ കണ്ടുപിടിക്കുന്നു, കോസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, ഇതിനൊക്കെയാണ് ഇവിടെ കേൾക്കുന്നില്ല എല്ലാവരും പറയുന്നത്? അക്ഷയ് കേൾക്കുന്നില്ല? വൈഷ്ണവ്, കേൾക്കുന്നില്ല വൈഷ്ണവ്? ഓക്കെ, ഫൈൻ. ഡൗട്ട്സ് ഉണ്ട്, നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാം കേട്ടോ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ. ഓക്കെ, അതിനാണ് മാനുഫാക്ചറിംഗ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്, ക്വാളിറ്റി കൺട്രോൾ ഫംഗ്ഷൻ. ക്വാളിറ്റി കൺട്രോൾ ഫംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഈവൻ യു ഹാവ് മാനുഫാക്ചർഡ് ഇറ്റ്, യു ഡെഫിനറ്റ്ലി നീഡ് ടു ചെക്ക് ദ ക്വാളിറ്റി ഓർ യു ഹാവ് ടു ചെക്ക് ദ സേഫ്റ്റി ഓഫ് ദ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്വാളിറ്റി, സേഫ്റ്റി ചെക്ക് ചെയ്യുക, അതിന്റെ റെഗുലേഷൻ, അതിനൊന്ന് റൺ ചെയ്തിട്ട് ചോദിച്ചിട്ട് എത്രത്തോളം അതിന് പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, എനർജി എത്രത്തോളം അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഡിസൈൻ എത്രത്തോളം ഫീസിബിൾ ആണ് ഡിസൈൻ, ഓക്കെ, എത്രത്തോളം കോമ്പാക്ട് ആണ്. അപ്പം ഈ മാനുഫാക്ചറിങ്ങിന് ശേഷം ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഡു എ ക്വാളിറ്റി കൺട്രോൾ അല്ലേ. അത് എല്ലാ പ്രോഡക്റ്റിനും ചെയ്യുന്നതാണ്. നമ്മൾ എത്രത്തോളം മാനുഫാക്ചറിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമ്മുടെ പ്രൊഡക്റ്റ് ആയില്ല, അത് എത്രത്തോളം ഡ്യൂറബിൾ ആണ്, അതിന്റെ കോസ്റ്റ്, അതുപോലെ തന്നെ എത്രത്തോളം അത് എന്താണ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് കാണിക്കുന്നുണ്ട്, അതിന്റെ സേഫ്റ്റി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സേഫ്റ്റി, എത്രത്തോളം സേഫ് ആണ്, റെഗുലേഷൻ, എത്രത്തോളം അത് റെഗുലേഷൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, നമ്മൾ എത്രത്തോളം അതിന് എത്ര ടൈംസ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന് നമുക്ക് എത്ര പിന്നെ എന്താ പറയാ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ, എനർജി എത്രത്തോളം അത് പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഇതിനാണ് ക്വാളിറ്റി കൺട്രോൾ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻ. കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് കോസ്റ്റ് അല്ലെ, കോസ്റ്റും അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിന്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ചില പ്രോഡക്ട്സ് വലിയ വലിയ പ്രൊഡക്ട്സുകൾ കാണാൻ പറ്റും, ഇപ്പം മെഡിക്കൽ എക്യുപ്മെന്റ്സ്, നമ്മൾ ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ പോലത്തെ സംഭവങ്ങൾ, മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് കോമ്പിനേഷനിൽ വരുന്ന കുറേ സംഭവങ്ങൾ, അതിനൊക്കെ എന്ന് വെച്ചാൽ ഈ കോസ്റ്റിന് പുറമെ സർവീസും കൂടി ഉണ്ടാവും, പ്രിവെന്റീവ് മെയിൻ്റനൻസ് സർവീസസ് അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത്. വെറുതെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് എത്തിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ സർവീസസ് എത്രത്തോളം രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതിനെയാണ് കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫംഗ്ഷൻസ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് റിസർച്ച് ഫംഗ്ഷൻ. റിസർച്ച് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ റോ മെറ്റീരിയൽ, കളക്ഷൻ ഓഫ് ഡാറ്റ അല്ലെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് റിസർച്ച് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ആക്ച്വലി നമ്മൾ എന്താ പറയുന്നത് മെയിനായിട്ട് ഡാറ്റ കളക്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യും. റിസർച്ച് ആണ് അവിടെ നടക്കുന്നത്. അവിടെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ അല്ല, ഇൻസ്റ്റെഡ് ഓഫ് റിസർച്ച് ആണ് അവിടെ നടക്കുന്നത്. എഞ്ചിനീയറിംഗ് ഫംഗ്ഷനിൽ നമ്മൾ ഡിസൈൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ ഡിസൈൻ, എത്രത്തോളം അതിന് പവർ വേണ്ടി വരും, പിന്നെ അതിന്റെ 3D മോഡലിംഗ്, അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം, ഓക്കെ, അതിന് നമ്മൾ ചിലപ്പോൾ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതിനാണ് എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന മാനുഫാക്ചറിംഗ് ഫംഗ്ഷൻ. മാനുഫാക്ചറിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിലാണ് ഫാക്ടറി, പ്രാക്ടിക്കൽ എന്താ പറയുക, പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ വരുന്നത് അതിലാണ്. എത്രത്തോളം എലമെന്റ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും, എത്ര ടൈംസ് അല്ലെങ്കിൽ എത്ര പ്രൊഡക്ട്സ്, ഹൗ മെനി നമ്പർ, അതൊക്കെ നമ്മുടെ അതിൽ പറയുന്ന മാനുഫാക്ചറിംഗ് ഫംഗ്ഷൻ വരും. അസംബ്ലി, അങ്ങനെ എന്തൊക്കെ അസംബ്ലി വരുന്നത്, അസംബ്ലി അതായത് ഇതിനെങ്ങനെയെല്ലാം അസംബ്ലി ചെയ്യാം, എന്തെല്ലാം പ്രൊഡക്ട്സ് കണ്ടുപിടിക്കേണ്ടി വരും, എന്തൊക്കെ പ്രൊഡക്റ്റ് നമ്മൾ ഇന്റർകണക്ട് ചെയ്യേണ്ടി വരും അല്ലെ, റോ മെറ്റീരിയൽ എന്തൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആണ് ശരിക്കും മാനുഫാക്ചറിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. ക്വാളിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ക്വാളിറ്റി കൺട്രോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആഫ്റ്റർ മാനുഫാക്ചറിംഗ് ദ പ്രോഡക്റ്റ് വി നീഡ് ടു ചെക്ക് ദ ക്വാളിറ്റി അല്ലെ, സേഫ്റ്റി ചെക്ക് ചെയ്യേണ്ടി വരും, റെഗുലേഷൻ ചെക്ക് ചെയ്യേണ്ടി വരും, ഡിസൈൻ ഓഡിറ്റിംഗ്, പവർ എത്രത്തോളം പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അങ്ങനെ. അപ്പൊ അതും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റും അല്ലെ. പിന്നെയാണ് കൊമേഴ്ഷ്യൽ.
അതിൻ്റെ കോസ്റ്റ്, പിന്നെ എത്രത്തോളം നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്, എത്രത്തോളം നമുക്കത് എന്തെല്ലാം രീതിയിൽ മാർക്കറ്റ് ചെയ്യാം, എത്ര റേറ്റ് വെച്ച് നമുക്കതിനെ മാർക്കറ്റ് ചെയ്യാം, പിന്നെ എന്തൊക്കെ രീതിയിൽ അതിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ഡിസൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, കൺസ്ട്രെയിൻസ് പറഞ്ഞു, പിന്നെ ഡിസൈൻ പറഞ്ഞു, ഫംഗ്ഷൻ പറഞ്ഞു അല്ലേ. ഇനി ഡിസൈൻ മീൻസ്. അപ്പോൾ ആ വേർഡ് ഓരോന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ. ഡിസൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ചെയ്യുന്നത്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിന്റെ ആക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ആക്ഷനാണ് ഡിസൈൻ ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ട കാര്യമാണ്, നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ടിൽ എന്താണ് നമ്മുടെ ആവശ്യം, അതാണ് ഒബ്ജക്റ്റീവ്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റേഷൻസ് ആണ്. ഇന്ന കൺസ്ട്രെയിൻസ് ഉണ്ടായി നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ഒബ്ജക്റ്റീവോടും ചില സ്ഥലത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഡിസൈൻ മീൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേ ഇൻ വിച്ച് എ ഡിസൈൻ എക്സിക്യൂട്ട്സ് എ ഡിസൈഡ് ഫംഗ്ഷൻ. ഏത് രീതിയിലാണ് നമ്മൾ എന്താ പറയാ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഫംഗ്ഷൻ എന്ത് രീതിയിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിനാണ് ഡിസൈൻ മീൻസ്. നമ്മുടെ ആക്ഷൻ എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള എന്താണ്, ഇപ്പം ഒരു വെഹിക്കിളിന്റെ ബ്രേക്ക് സിസ്റ്റം ആണ്. അപ്പോൾ ദ ഫംഗ്ഷൻ ഓഫ് എ ബൈസൈക്കിൾ ബ്രേക്ക് ഈസ് ടു സ്റ്റോപ്പ് ദ വീൽ. അപ്പോൾ സ്റ്റോപ്പ് ദ വീൽ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ് ആക്ച്വലി. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സൈക്കിൾ നിർത്തുക എന്നുള്ളതാണ്. ആ സ്റ്റോപ്പ് ചെയ്യുന്ന പിന്നെ സ്റ്റോപ്പ് ദ വീൽ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ദ ഫംഗ്ഷൻ ഓഫ് എ ബൈസൈക്കിൾ ബ്രേക്ക് ഈസ് ടു സ്റ്റോപ്പ് ദ വീൽ വെൻ അപ്ലൈങ് ദ ബ്രേക്ക് ലിവർ ബൈ മീൻസ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ റിം ആൻഡ് ബ്രേക്ക് പാഡ്. അപ്പൊ അവിടെ പറഞ്ഞത്, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് അല്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് വെച്ചാണ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് ബിറ്റ്വീൻ റിം ആൻഡ് ബ്രേക്ക് പാഡിൽ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി മീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബൈ വിച്ച് മീൻസ് ദ പ്രൊഡക്റ്റ് ഈസ് ഡൂയിങ് ദാറ്റ് ഫംഗ്ഷൻ, അതാണ് മീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ദ ഫംഗ്ഷൻ ഓഫ് എ സ്പീക്കർ ഈസ് ടു പ്രൊഡ്യൂസ് സൗണ്ട് ബൈ മീൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ ബൈ മീൻസ് ഓഫ് അതിൽ പിന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൗണ്ട്. ഈ ഒരു സ്പീക്കറിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അതിന്റെ ഫംഗ്ഷനും ബൈ മീൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് മീൻസ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇവിടെ മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? ഷാരോൺ മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഫംഗ്ഷനും മീൻസ് തമ്മിൽ നിങ്ങൾ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, എന്താ ചെയ്യേണ്ടതെന്നുള്ള ആക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് പറഞ്ഞാൽ ഏത് രീതിയിൽ അത് ചെയ്യുന്നു, ആ രീതിയിൽ അങ്ങനെ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ സ്പീക്കർ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളാണ് അതിന്റെ മീൻസ്. ആ മീൻസ് എന്ന് പറയുന്നത് എപ്പോഴും സയൻസ് ആയിരിക്കും. മെയിനായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഏത് രീതിയിൽ അതിന്റെ ഒരു എന്തെങ്കിലും ഒരു സയന്റിഫിക് പ്രിൻസിപ്പിൾ ആയിരിക്കും മീൻസ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവും. ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് ചെയ്യുന്ന ആക്ഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡിസൈൻ ഫോം ആണ്. അതായത് ഒന്ന് ഡിസൈൻ ഫോം എന്ന് പറഞ്ഞാൽ എൻ ഏരിയ ഓർ മാസ് ടു ഡിഫൈൻ ഒബ്ജക്ട് ഇൻ സ്പേസ്. അതിനാണ് എങ്ങനെയാണ് ആ ഡിസൈൻ ഉള്ളത്, 3 ഡയമെൻഷണൽ ആയിട്ടാണോ 2 ഡയമെൻഷണൽ ആയിട്ടാണോ എന്ന് നമ്മൾ പറയുന്നത്. അതിനെയാണ് ഡിസൈൻ ഫോം എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഡിസൈൻ ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. an area or mass to define object in space. ഒരു സ്പേസിൽ അതെങ്ങനെ പിന്നെ നമ്മൾ എന്താ പറയുന്നത്, അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ ഡിസൈൻ ഫോം എന്ന് പറയുന്നത്. 2 ഡയമെൻഷണൽ ആയിട്ടാണോ 3 ഡയമെൻഷണൽ ആയിട്ടാണോ എന്ന് നമ്മൾ പറയുന്നത്. അതിനാണ് ഡിസൈൻ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ആസ്പെക്ട്സ് ഓഫ് ഡിസൈനിൽ പറഞ്ഞിട്ടുള്ള? ഒബ്ജക്റ്റീവ് പറഞ്ഞിട്ടുണ്ട്, കൺസ്ട്രെയിൻസ് പറഞ്ഞിട്ടുണ്ട്, ഫംഗ്ഷൻ ആൻഡ് മീൻസ് ഫോം അല്ലെ. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എയിം, എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, എന്താണ് നമ്മുടെ ആവശ്യം, അതാണ് എന്താണ് നമ്മുടെ നീഡ്, അതിനാണ് ഒബ്ജക്റ്റീവ്സ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് ലാഡർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ട്രീ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറഞ്ഞ കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ നമ്മൾ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ലിമിറ്റേഷൻസിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? രണ്ടാമത്തെ പറയുന്ന ഡിസൈൻ ഫംഗ്ഷൻസ് അല്ലെ, മൂന്നാമത്തെ പറയുന്ന ഡിസൈൻ ഫംഗ്ഷൻസ് പറഞ്ഞാൽ അത് പെർഫോം ചെയ്യുന്ന ആക്ഷൻ, അതിനെയാണ് ഡിസൈൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു തെർമോമീറ്റർ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നു. ഓക്കെ, തെർമോമീറ്റർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ എന്നാണ് ടു മെഷർ ടെമ്പറേച്ചർ. അപ്പോൾ അതാണ് അതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന ഫംഗ്ഷനും ചില ഒബ്ജക്റ്റീവും സെയിം ആവാം. ഓക്കെ, ഇനി
നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? മീൻസ് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ആ ഫംഗ്ഷൻ പെർഫോം ചെയ്ത് ബൈ വാട്ട് മീൻസ് പെർഫോം ദാറ്റ് ഫംഗ്ഷൻ. അവിടെയാണ് എന്ത് രീതിയിലാണ്, അവിടെയുള്ള പ്രിൻസിപ്പിൾ എന്താണ്, അതാണ് ഡിസൈൻ മീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സൈക്കിളിന്റെ ബ്രേക്ക് സിസ്റ്റം, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഫ്രിക്ഷൻ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ആ ബൈ മീൻസ് എന്ന് പറയുന്നത് അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും. ലാസ്റ്റ് വരുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത്, നിങ്ങൾ ഈ പറഞ്ഞ എന്താ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡയമെൻഷനും 3 ഡയമെൻഷനും ഉണ്ട്. ഓക്കെ, ഇപ്പൊ 2 ഡയമെൻഷണൽ അതായത് എങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ അവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഈ മീൻസ് ഫോം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഏരിയ ഓർ മാസ്, ഏരിയ ആയിട്ടാണോ മാസ് ആയിട്ടാണോ നമ്മൾ ഒബ്ജക്ട്സിനെ സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നുള്ളതിന്റെ ആസ്പെക്ട്സ് ആണ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ നിങ്ങളിപ്പം ഇതിൽ കാണുന്ന ഒരു ഫിഗർ ഉണ്ട് അല്ലെ, ഇതിൽ എന്താ കാണിച്ചിട്ടുള്ളത്? പറ എന്താണ് അവിടെ നിങ്ങൾ കാണുന്നില്ലേ കുട്ടികളെ? പേര് വിളിക്കണോ? ഹെഡ്ഫോൺ. ഓക്കെ, നിങ്ങളൊരു ഇയർഫോൺ ഹെഡ്സെറ്റ് നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താ അതിന്റെ ഒബ്ജക്റ്റീവ്സ്? എന്താ ഹെഡ്ഫോൺ ആണ് സ്പെസിഫൈ ചെയ്തിട്ട് ഹെഡ്ഫോൺ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്? മൈക്ക് ഓൺ ചെയ്തിട്ട് പറ. എന്താണ് അഷ്ന ഒബ്ജക്റ്റീവ്? എന്താ? നമ്മളെന്താ ഓക്കെ ഒബ്ജക്റ്റീവ് നമുക്ക് എന്താ വേണ്ടത്? അപ്പൊ ആ ഹെഡ്ഫോണിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? സൗണ്ട് കേൾക്കുക എന്നുള്ളതാണ് അല്ലേ? നമ്മളിപ്പോ ഓക്കെ, സൗണ്ട് കേൾക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റണം. എങ്ങനെ? നിങ്ങൾക്ക് പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ഹെഡ്സെറ്റ് ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യാം? കോൾ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം അല്ലേ? അതിൽ നമ്മളൊരു സ്പീക്കറും ഹെഡ്സെറ്റും തമ്മിലുള്ള ഒബ്ജക്റ്റീവിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളൊരു സ്പീക്കർ യൂസ് ചെയ്യുന്ന, ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന. അപ്പം ഹെഡ്സെറ്റ് മാത്രം യൂസ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് എന്താ? ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ ഡയറക്റ്റ് സ്പീക്കർ. കേൾക്കുന്നില്ല? എന്തായിരിക്കും വൈഷ്ണവ്? അവിടെ നിങ്ങൾ പറഞ്ഞോ, തെറ്റിപ്പാറുന്ന ഒരു പ്രശ്നമല്ല. സ്പീക്കർന്ന് വെച്ചാല് പൊതുവെ എല്ലാവർക്കും കേൾക്കാനുള്ളതും ഇത് ജനറലായിട്ട് നമുക്ക് പബ്ലിക്കായിട്ട് നമുക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പീക്കർ യൂസ് ചെയ്യാം അല്ലെ? നമ്മളൊരു കുറെ ആൾക്കാരുണ്ടാവും കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്പീക്കർ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഒരു ഇയർഫോൺ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഇത് കേൾക്കണ്ടു, ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റീവ് അതാണ് അല്ലെ? പ്രൈവറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടണം? സൗണ്ട് ഓഡിബിൾ ആയിട്ട് നമുക്ക് കിട്ടണം, സൗണ്ട് കിട്ടണം. അതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൺസ്ട്രെയിൻസ് എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റും? കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ കൺസ്ട്രെയിൻസ് നമ്മൾ പറയുന്നുണ്ട്, ഓരോരോ കാര്യങ്ങളുണ്ട്. ഇതിന്റെ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്? ലിമിറ്റേഷൻസ്, അത് ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അല്ല എന്തൊക്കെ രീതിയിൽ നമ്മൾ ഇതിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇതിന്റെ കൺസ്ട്രെയിൻസ്. ഇതിപ്പോ ഒരു വയേർഡ് ആയിട്ടുള്ള ഒരു ഹെഡ്സെറ്റ് ആണ് അല്ലേ? അപ്പൊ എന്തൊക്കെയായിരിക്കും അതിന്റെ കൺസ്ട്രെയിൻസ്? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസ്ട്രെയിൻസിൽ ഇതിൽ എന്തൊക്കെ വരാം? അതിൽ ഈ ജനറിക് കൺസ്ട്രെയിൻസ് വരുന്ന സമയത്ത് എന്തായിരിക്കും വിഷ്ണു? പറഞ്ഞോ, നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞോ. ഇത് ഒരു ഡിസ്കഷനിലൂടെ മാത്രമേ നമുക്ക് ക്ലാസ് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. ഇതിന്റെ അകത്ത് വയർ മാറ്റിയിട്ട് ബ്ലൂടൂത്ത് ആക്കാൻ കഴിഞ്ഞാല് ഓക്കെ, അല്ല നമ്മളിപ്പം ഡിസൈൻ ചെയ്തത് ഇതാണ് അല്ലേ? അപ്പൊ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക്
നമുക്ക് അതിനുള്ള ലിമിറ്റേഷൻസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ലിമിറ്റേഷൻസ്. ഒന്നെന്താണ്, നമ്മുടെ യൂസ് ചെയ്യുന്ന വയറാണ് അല്ലെ, വയേർഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്, അതിന്റെ ജോമെട്രി, അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസിനെയാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, വേറെന്താ പറയാൻ പറ്റുമോ? നമുക്ക് പ്രൊഡക്റ്റിന്റെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓക്കെ സൗണ്ട് കേൾക്കുക എന്നുള്ളതാണ്. പ്രൈവറ്റ് ആയിട്ട് നമുക്ക് സൗണ്ട് കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. പക്ഷെ അതിൽ അന്നേരം നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് നമുക്ക് ഇതുപോലൊരു വലിയൊരു സാധനം വേണം അല്ലേ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അതിന്റെ ആ പ്രൊഡക്റ്റിന്റെ സൈസും നമ്മളെപ്പോഴും പിന്നെ എന്താണ്, എപ്പോഴും നമ്മളൊരു സിസ്റ്റത്തിലായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ വയേർഡ് ആണ് ആ ഡിവൈസ് എന്ന് പറയുന്നത്. അതും നമ്മുടെ കൺസ്ട്രെയിൻസ് ആണ്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റും ആർക്കെങ്കിലും? ഹനീൻ പറയാൻ പറ്റുമോ? ഹനീൻ ഷീസ്. അവിടെ ഇതിലെ നിങ്ങൾ ഇതിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങളല്ലേ? ഇല്ലേ, ഒന്നുമില്ലേ, വേറെ ഒന്നുമില്ലേ? അതേ ഉള്ളൂ. പറഞ്ഞോ പറഞ്ഞോ ഷീസ് പറഞ്ഞോ. എന്തായിരിക്കും അഞ്ജന, എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൺസ്ട്രെയിൻസ് അഞ്ജനക്ക് തോന്നുന്നുണ്ടോ? അഞ്ജന അവിടെ ഇല്ലേ? എന്താ തോന്നുന്നുണ്ടോ? ഓക്കെ ആണ്? വേറെ ലിമിറ്റേഷൻസ് ഒന്നും അതിനില്ല. സേഫ്റ്റി അത്ര വലിയ കൺസ്ട്രെയിൻസ് ഉണ്ടോ? നമ്മൾ പവറിലൊന്നും കണക്ട് ചെയ്യുന്നില്ലല്ലോ, ഉണ്ടോ ഡിവൈസ്? ഓക്കെ, സേഫ്റ്റി നോക്കാം. നമ്മളിപ്പം വേറെ എന്തെങ്കിലും രീതിയിൽ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതുണ്ട്. എല്ലാത്ത രീതിയിലുള്ള സേഫ്റ്റി കൺസ്ട്രെയിൻസ് ഉണ്ടോ നമ്മളൊരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ? ഉണ്ടോ? വേണമെങ്കിൽ അതിന്റെ സൈസ് ഒക്കെ പറയാം. നമ്മളെ ഒരു എന്താ പറയുക, കോമ്പാക്റ്റബിൾ ആയ ഒരു സൈസ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എല്ലാവർക്കും നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് അതിന്റെ കംഫർട്ട് ലെവൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇതായിട്ട് പറയാം, എത്രത്തോളം അത് കംഫർട്ട് ആണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളിപ്പോ സപ്പോസ് നിങ്ങളിപ്പോ ഇതിന് പകരം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണെന്ന് വിചാരിക്കുക. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആകുമ്പോൾ ഒരു കൺസ്ട്രെയിൻസ് നമുക്ക് ഒഴിവാക്കി കിട്ടും. നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിൽ ദൂരെ മാറി നിന്നിട്ടൊക്കെ നമുക്ക് സംസാരിക്കാനും കേൾക്കാനും ഒക്കെ പറ്റും. അതായത് നമ്മുടെ സോഴ്സ് പിന്നെ ഡിവൈസിന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ അവിടെ വരുന്ന വേറൊരു കൺസ്ട്രെയിൻസ് എന്താ? അപ്പോൾ അതായത് സാധാരണ ഒരു ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഹെഡ്ഫോണിന് പകരം യു ആർ യൂസിങ് എ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. അപ്പം അവിടെ ഓക്കെ, നിങ്ങൾ ഒരു കൺസ്ട്രെയിൻസിനെ നിങ്ങൾ ഓവർകം ചെയ്തു, അല്ല നിങ്ങൾ വേറൊരു ഒബ്ജക്റ്റീവ് കൂടി കിട്ടി, നിങ്ങൾക്കൊരു വയർലെസ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിട്ട് മാറിയത്. പക്ഷെ അവിടെ വേറെ അന്നേരം ചില കൺസ്ട്രെയിൻസ് കയറി വരും. എന്തൊക്കെയായിരിക്കും അത്? ചില ഭാഗത്ത് നമ്മൾ പിന്നെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്തായിരിക്കും? ചാർജിനൊക്കെ ഉണ്ട്. യെസ്, ഓഫ് കോഴ്സ്, പവർ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആകുമ്പോൾ അത് ചാർജ് ചെയ്യണം എന്നുള്ളൊരു കൺസ്ട്രെയിൻസ് വന്നു അല്ലെ. അതിന് പവർ ആവശ്യമുണ്ട്, മറ്റേതിനൊന്നും പവർ ആവശ്യമില്ല ശരിക്കും അല്ലെ. അപ്പൊ അത് നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും. അപ്പം ഇതിനാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയാം. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ചില സ്ഥലത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, ചില സ്ഥലത്ത് ലിമിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അതിനാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഒബ്ജക്റ്റീവ്സും കൺസ്ട്രെയിൻസ് നമുക്ക് പറയാം. ഇനി എന്താണ് നമ്മുടെ ഹെഡ്സെറ്റ് അല്ല അടുത്ത? ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഫങ്ഷൻ? എന്താണ് ഫങ്ഷൻ? ഫങ്ഷനും അതിന് വേണമെങ്കിൽ അതിന്റെ ഫങ്ഷൻ ബൈ മീൻസ് അതും വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താ ഫങ്ഷൻ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സ്പീക്കർ എടുത്തു. സ്പീക്കറിന്റെ ഫംഗ്ഷൻ ഓഫ് എ സ്പീക്കർ ടു പ്രൊഡ്യൂസ് സൗണ്ട് ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഹെഡ്സെറ്റിന്റെ ഫംഗ്ഷൻ എന്താ? പറ. എന്താണ് വൈഷ്ണവ്? ഫംഗ്ഷൻ എന്തായിരിക്കും അതിന്റെ? അല്ല വിഷ്ണു, ആരായാലും പറ. എന്താണ് ഫംഗ്ഷൻ? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യല്ല, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മൈക്രോഫോണും കൂടി ഉണ്ട് അതിന്റെ കൂടെ. അപ്പം സ്പീക്കറിന് പുറമെ ഒരു മൈക്രോഫോണും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സൗണ്ട് കേൾക്കാൻ പറ്റും. സൗണ്ട് കേൾക്കാൻ പറ്റും. പിന്നെ മൈക്രോഫോൺ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? അതുപോലെ തന്നെ പിന്നെ മൈക്ക് ഉണ്ട്, വർത്താനം പറയാനും പറ്റും. വർത്താനം പറയാം. അതായത് നമ്മുടെ സ്പീച്ച് സിഗ്നലിനെ റിസീവ് ചെയ്ത് അതിന് ആംപ്ലിഫൈ ചെയ്യേണ്ടി വരും അല്ലേ.
അപ്പൊ അതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ബൈ മീൻസ് ഏത് രീതിയിലായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക? നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്പീക്കറിൽ പറയുന്നുണ്ടാവുക. സെയിം പ്രിൻസിപ്പിൾ തന്നെ ആയിരിക്കും. അതായത് സൗണ്ട് എനർജിനെ നമ്മൾ എന്താക്കി മാറ്റുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റിയിട്ട് ആയിരിക്കും മൈക്കിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്തത് എന്നാണ് അതിന്റെ എന്ത് മീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഒബ്ജക്റ്റീവ്സും കൺസ്ട്രെയിൻസും ഫംഗ്ഷൻസും ആയി. ഈ രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഓരോ ഏത് ഡിവൈസ് എടുത്താലും എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്, എന്താ അതിന്റെ ഉദ്ദേശം വെച്ചാൽ എന്തിനു വേണ്ടിയിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്. അത് ചെയ്യുന്ന ആക്ഷൻ എന്താ, അതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കൺസ്ട്രെയിൻസ്, അത് ചെയ്യുന്ന സമയത്ത് കോംപ്രമൈസ് ചെയ്ത് ലിമിറ്റ് ചെയ്ത ചില ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തിട്ട് വേറെ ഡിവൈസസ് വരും. പക്ഷേ ചില സമയത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പകരം ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു അതിന്റെ ഒരു കൺസ്ട്രെയിൻസ് ഒഴിവാക്കി. പക്ഷെ എന്താ സംഭവിച്ചത്, വേറൊരു കൺസ്ട്രെയിൻസ് വന്നു, പവർ നിങ്ങൾ ചാർജ് ചെയ്യുക എന്നുള്ളത് ഒരു കൺസ്ട്രെയിൻസ് വന്നു. അപ്പൊ അതാണ് ആക്ച്വലി ഒബ്ജക്റ്റീവ്സും കൺസ്ട്രെയിൻസും ഫംഗ്ഷൻസും. ഇതേപോലെ എക്സാമ്പിൾ ആയിട്ട് ഇതാ വേറൊരു സംഭവം നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമോ? കുറെ എക്സാമ്പിൾസ് നമുക്ക് പറയാം ഇതുപോലെ. ഓക്കെ, ഇതെന്താണ്? ഹെൽമെറ്റ് അല്ലേ? ഇപ്പൊ ഹെൽമെറ്റ് എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ് ഇതിന്റെ? എന്താണ് റോഷിനി? ഓരോന്നും പറയാൻ പറ്റും എന്താണ്? പറഞ്ഞോ. ഹെൽമെറ്റ് സേഫ്റ്റി പ്രിക്കോഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ആക്സിഡൻസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട്. നമ്മൾ എപ്പോഴാണ് അത് കുറച്ചും കൂടി പ്രിസൈസ് എന്താ പറയുക, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൂടെ? പ്രൊട്ടക്ഷന് വേണ്ടിട്ട്. പ്രൊട്ടക്ഷൻ, ടൂ വീലറിലേക്ക് നമ്മൾ പോകുമ്പോഴല്ലേ നമ്മൾ ജനറലി എന്ത് ചെയ്യുന്നത്, ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത് അല്ല? ടൂ വീലർ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോക്കോ വരുന്ന സമയത്ത് നമുക്ക് തലേനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡിവൈസ് വേണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് അല്ലേ? ഓക്കെ, അപ്പൊ അത് നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാം. ഇനി അതിന്റെ കൺസ്ട്രെയിൻസ് എന്താണ്, ചെയ്യുമ്പോൾ അതിന്റെ ലിമിറ്റേഷൻസ്, അത് നമ്മളൊരു ഡിസൈൻ ചെയ്തു, ആ സംഭവങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൺസ്ട്രെയിൻസ് ആണ് പറയേണ്ടത്. എന്താണ് പറ, ആരെങ്കിലും പറഞ്ഞു? എന്താണ് അശ്വിൻ? അത് ഹെഡ് മാത്രമല്ല പ്രൊട്ടക്ട് ചെയ്യും. കേൾക്കുന്നില്ല അശ്വിൻ? ലിമിറ്റേഷൻ പറയുമ്പോൾ അത് ഹെഡ് മാത്രമല്ല പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ ശരി, ഹെഡ് മാത്രമേ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. നമ്മളിപ്പോ ഒരു ഡിവൈസ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ എന്താ പറയാ, ഹെഡിൽ വെക്കാൻ വേണ്ടി, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പം അത് നമുക്ക് അങ്ങനെ ഒരു കൺസ്ട്രെയിൻസ് ആയിട്ട് പറയാൻ പറ്റും. എന്നുവെച്ചാൽ ഒബ്ജക്റ്റീവിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ലിമിറ്റേഷൻസാണ് പറയേണ്ടത്. അല്ലാണ്ട് നിങ്ങളിപ്പം ടൂ വീലേഴ്സ് യൂസ് ചെയ്യുന്നവരല്ലേ, ഉപയോഗിക്കുന്നവരല്ലേ, നിങ്ങൾ ഹെൽമെറ്റ് വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് ഹെൽമെറ്റ് ഇല്ലാതെ ഓടിക്കുമ്പോഴും ഹെൽമെറ്റ് വെച്ചിട്ട് ഓടിക്കുമ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ ക്വസ്റ്റ്യൻ? അവിടെ നിങ്ങൾ ആമ്പിളർ ഇതിന് ഇത് പറയാൻ ഇത്ര ആലോചിക്കുന്നു? സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കൂല. ഓക്കെ, ഓഫ് കോഴ്സ്. പിന്നെന്താ? ഉള്ളിലുള്ള കുഷ്യൻ സോഫ്റ്റ്നെസ്, ആ ഒരു കുഷ്യന്റെ സോഫ്റ്റ്നെസ്. കുഷ്യന്റെ സോഫ്റ്റ്നെസ് ഞാൻ പറയാം. കുഷ്യന്റെ സോഫ്റ്റ്നെസ് വേണമല്ലോ ശരിക്കും, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണ്ടേ? പിന്നെ ഹെൽമെറ്റിന്റെ വെയിറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് വെയിറ്റ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്ന് അതാണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്, വെയിറ്റ് പറയാം. പിന്നെ നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ പറയാം അല്ലേ? സൗണ്ട് നമുക്ക് കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ്. നമ്മളത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചില സാക്രിഫൈസ് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് ആലോചിച്ചാൽ കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റും കുറെ സംഭവങ്ങൾ. ഓക്കെ, പിന്നെ വേറെ എന്താ ഉള്ളത്? അതാണ് നമ്മുടെ കൺസ്ട്രെയിൻസ് പറഞ്ഞത്. പിന്നെ ഫംഗ്ഷൻ, എന്താണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇതിന്റെ അകത്ത് വൈസർ ഉണ്ട്. വൈസർ, ഓക്കെ ഓക്കെ, ശരി ശരി.
ഓക്കെ, പിന്നെ ഫംഗ്ഷൻ എന്തായിരിക്കും? യൂഷ്വലി ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതും ഇങ്ങനെയുള്ള ചെറിയ സ്മോൾ ഡിവൈസസിൽ ഒന്നായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്, അത് തന്നെയാണ് അതിന്റെ ഫംഗ്ഷൻ അല്ലെ. നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഒബ്ജക്റ്റീവ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? അതിന്റെ പുറത്തു നിന്നുള്ള ഷോക്കിനെ റെസിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ അല്ലെ. പുറത്തുനിന്നുള്ള അറ്റാക്ക്, നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന സ്ട്രൈക്ക് അല്ലെങ്കിൽ ഫോഴ്സ്, എന്തെങ്കിലും ഷോക്ക് വരുന്ന സമയത്ത് അതിനെ നമുക്ക് കളയാം, അതിനെ നമുക്ക് പിന്നെ പ്രിവെന്റ് ചെയ്യാം, അതിനെ റെസ്ട്രിക്ട് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മീൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏത് രീതിയിലായിരിക്കും ഇതതിന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ ബാക്കിലുള്ള പ്രിൻസിപ്പിൾ? അറിയോ? നമ്മൾ സാധാരണ ഈ ഹെൽമെറ്റിന്റെ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ പുറത്തെന്താണ് നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക്, ഒരു പിന്നെ എന്താ പറയാ, ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ അല്ലേ ഉണ്ടാവുക? പ്ലാസ്റ്റിക് ഷെല്ലായിരിക്കും കൂടുതലും അല്ലേ? ഉള്ളിലെന്താ ഉണ്ടാവുക? ഉള്ളിലെന്താ ഉണ്ടാവുക? ഏത് ഫോമല്ലേ? ആ, ഫോമാ ഉണ്ടാവുക അല്ലെ? ഫോമാ ഉണ്ടാവുക. ഫോം അല്ലെങ്കിൽ ഈ തെർമോകോൾ എല്ലാം പോലത്തെ മെറ്റീരിയൽ ഉണ്ടാവുക. അതെന്തിനാ അങ്ങനെ യൂസ് ചെയ്യുന്നത്? ഉള്ളിൽ എന്തുകൊണ്ടാണ് നമ്മൾ അതുപോലത്തെ ഒരു മെറ്റീരിയൽ വെച്ചത്, ഫോം പോലത്തെ ഒരു മെറ്റീരിയൽ വെച്ചത്? വെയിറ്റ്ലെസ് ആയിരിക്കും. ഒന്ന് വെയിറ്റ്ലെസ് ആവും, പിന്നെ രണ്ടാമത്തെ എന്താണ്? സോഫ്റ്റ്നെസ്. ഓക്കെ, വെരി ഗുഡ്. സോഫ്റ്റ്നെസ് ഉണ്ടാവുക, വെയിറ്റ്ലെസ്, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എല്ലാം എന്താ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിന്റെ ഫംഗ്ഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ പുറത്തുള്ള ഫോഴ്സ് നിങ്ങളെ വരുന്ന സമയത്ത്, ഇപ്പം എന്താ പറയുക, പുറത്തുള്ള എന്തെങ്കിലും ഒരു ഷോക്ക് വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യണം? അത് അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ സർഫസിലേക്ക് ഡിസിപ്പിയേറ്റ് ചെയ്ത് പോകണം. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ സ്കള്ളിന് അത് മോശമാണ്. ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ മുട്ടിക്കഴിഞ്ഞ് ഈ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് നിങ്ങളുടെ സ്കള്ളിലേക്ക് വരുന്നത്. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? മെറ്റീരിയൽ ഇൻ യുവർ ഹെൽമെറ്റ് വിൽ ഹെൽപ്പ് ടു ഡിസിപ്പിയേറ്റ് ദ ഫോഴ്സ് ആൻഡ് എനർജി ഓഫ് ദ ഇമ്പാക്ട്. പെട്ടെന്നുണ്ടാകുന്ന ഇമ്പാക്റ്റിൽ ഉണ്ടാകുന്ന എനർജീനെ നമുക്ക് ഡിസിപ്പിയേറ്റ് ചെയ്യണം അല്ലെ? നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകണം. അതായത് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് അടി കെട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കുള്ള നിങ്ങളുടെ സ്കള്ളിലേക്ക് കറക്റ്റായിട്ട് ആ ഹിറ്റ് വരും. ആ ഹിറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഉള്ളിൽ അതുപോലത്തെ ഒരു ഫോം ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മെറ്റീരിയൽ നമ്മൾ വെക്കുന്നത് കേട്ടോ. അപ്പം ആ സ്കള്ളിലേക്ക് വരുന്ന ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുറത്ത് ഹാർഡായിട്ടുള്ള മെറ്റീരിയലും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും വെക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലായോ? അവിടെ കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ മീൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് രീതിയിലാണത് ഷോക്കിനെ അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷോക്കിനെ നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത് എന്നുള്ളതാണ് മീൻസ് എന്ന് പറയുന്നത്. ഷോക്കിനെ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ ഷോക്കിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതിന്റെ ഫംഗ്ഷനാണ്. പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്, അതായത് ഒരു ടൂ വീലർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെഡിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഹെൽമെറ്റിന്റെ ഒബ്ജക്റ്റീവാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഡിവൈസിന്റെ ഒബ്ജക്റ്റീവാണ്. മനസ്സിലായി? അപ്പൊ കൺസ്ട്രൈൻസ് നിങ്ങൾ പറഞ്ഞു, വെയിറ്റ് ഉണ്ട്, സൗണ്ട് കേൾക്കാത്ത പ്രശ്നങ്ങളുണ്ട് അല്ലെ? അതൊക്കെ നിങ്ങൾ എന്താണ് ഇതിന്റെ കൺസ്ട്രെയിൻ ആയിട്ട് പറയാം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇനി ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡിവൈസ് നിങ്ങൾ ചുറ്റിലും നോക്കി ഒരുപാട് ഡിവൈസസ് കാണാൻ പറ്റും. അതിൻ്റെ എല്ലാ ഫംഗ്ഷൻസും കൺസ്ട്രെയിൻസും ഈ പറയുന്ന പോലെ മീൻസ്, ഫോം, ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതേപോലെ ഇത് നോക്കിയാൽ നിങ്ങൾ ഇതെന്ത് സാധനം? നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാട്ടോ. ഒരു ഹെൽമെറ്റ് പിന്നെ ഇങ്ങനെയാണ് കൂടുതലും വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വന്നിട്ട് അതിന്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ ഫംഗ്ഷൻ എന്താ? എക്സ്റ്റൻഷൻ ബോക്സ് ആണല്ലേ? എക്സ്റ്റൻഷൻ ബോക്സ് ആണ്. ഓക്കെ, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താ ശരിക്കും? പറയടാ, ആരെങ്കിലും പറ. എന്താണ് ഡൊമിനിക്? അത് നമുക്കൊരു സ്വിച്ച് ബോർഡ് ഇല്ലാണ്ട് കുറച്ച് ദൂരത്തേക്ക് കറണ്ട് എടുക്കണമെങ്കിൽ അതാണ് നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്.
നിങ്ങൾക്ക് പിന്നെ പവർ പ്ലഗിലേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വയർ എത്തുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പവർ കൊടുക്കണം, എക്സ്റ്റെൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്റ്റൻഷൻ ബോക്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്ലഗിന് പുറമെ നിങ്ങൾക്ക് ദൂരേക്ക് ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് പവർ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലഗ് ഈ പറയുന്ന എക്സ്റ്റൻഷൻ ബോക്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് അതാണ് അല്ലേ, ട്രാൻസ്ഫർ ചെയ്യുക, പവർ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ പവർ അവൈലബിലിറ്റി നമുക്ക് എഷർ ചെയ്യുക, വേറെ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക, ഒരു പോർട്ടബിൾ ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് അതാണ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന കൺസ്ട്രെയിൻസ് എന്തൊക്കെയായിരിക്കും? പറയാൻ പറ്റുമോ? അതിന്റെ വയറിന്റെ ലെങ്ത് ഇടൂലേ? വയറിന്റെ ലെങ്ത് അതായത് നമ്മൾ കുറച്ചും കൂടി അത് സ്പേസ് ഒക്കുപ്പൈ ചെയ്യും. നമ്മൾ എത്രത്തോളം ലെങ്ത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത്രത്തോളം നമുക്ക് അതിന്റെ സ്പേസ് ഒക്കുപ്പൈ ചെയ്യേണ്ടി വരും. നമുക്ക് ഒരു വയർഡ് ഡിവൈസ് ആണ്. അപ്പോൾ വയറിന്റെ അത് നമുക്കൊരു ഡിസ്കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്യാം. അങ്ങനെയുള്ള കൺസ്ട്രെയിൻ നിങ്ങൾക്ക് ആലോചിച്ച് ഇനിയും കിട്ടും കൺസ്ട്രെയിൻസ് ഒക്കെ. പിന്നെ ഫംഗ്ഷൻ എന്താണ് ഇതിന്റെ? സേഫ്റ്റി പ്രോബ്ലം, ഡെഫിനറ്റ്ലി സേഫ്റ്റി പ്രോബ്ലം ഉണ്ടോ, അതല്ല അതിന്റെ കൺസ്ട്രെയിൻസ് ആണ്. ഫംഗ്ഷൻ എന്താ, എങ്ങനെ ചെയ്യുന്ന പറ, ഫംഗ്ഷൻ എന്തായിരിക്കും? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, എന്താണ് ചെയ്യുന്നത്, ആക്ഷൻ എന്താണ് അതിന്റെ? ഒരു പ്ലഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ അല്ലേ. നമ്മൾ എന്താണെന്ന് ചെയ്യുന്നത്, ഒരു പ്ലഗ് പ്രൊവൈഡ് ചെയ്യുക, അതായത് ഇതിൽ നിന്ന് അതേ കണക്ഷൻ എടുത്തിട്ട് നമുക്ക് ഒരു പവർ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലഗിങ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഏത് രീതിയിലായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക? അപ്പം എന്നാ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതില്ല, അതായത് എന്താണ്, കറണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും അല്ലെ. നമ്മൾ അവിടെയുള്ള ഒരു സ്ഥലത്തുള്ള പ്ലഗിലുള്ള ഒരു സ്ഥലത്തുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള ഇലക്ട്രിസിറ്റീനെ അത് വയർ വഴി എന്ത് ചെയ്യുന്നത്, വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, വോൾട്ടേജിനെ എത്തിച്ചു കൊടുക്കുന്നു. അതാണ് അതിന്റെ മീൻസ് എന്ന് പറഞ്ഞാൽ. ഏത് രീതിയിലാണ് അതിനെ പവറിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ചാൽ എന്താണ്, നിങ്ങളൊരു വയേർഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതാണ് അതിന്റെ മീൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ചെറിയ ചെറിയ ഒബ്ജക്ട്സുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്, എന്താണ് കൺസ്ട്രെയിൻസ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക, ഒരു ഡിസൈൻ എന്താ പറയാ, ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ഒരു ഡിവൈസിന് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യാന്നുള്ളതാണ് ഈ സബ്ജക്റ്റിന്റെ തന്നെ എന്താണ് ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ. ഇതുണ്ട് ഇപ്പൊ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ, അതായത് ഒരേ പിന്നെ സെയിം ഫങ്ഷൻസ് ഇന്ന് പക്ഷെ ഡിഫറെന്റ് ഫോം അല്ല, ഡിഫറെന്റ് ഫോംസിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ. ഇതിലൊക്കെ ടെലിഫോണാണ്, നമുക്ക് കോൾ ചെയ്യുക, സംസാരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ കാണിച്ചത്. പക്ഷെ അത് ഡിഫറെന്റ് ഫോമിൽ ഡിഫറെന്റ് ഡയമെൻഷനിലാണ് ഉള്ളത്. ഇതാണ് ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഹാറ്റ് ആണ്, ഒരു പല രീതിയിലുള്ള ഹാറ്റ്, അത് ഡിഫറെന്റ് ഫോമിൽ ഡിഫറെന്റ് ഷേപ്പിൽ, അതായത് ഡിഫറെന്റ് ഡിസൈൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ പേന കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ, ഡിഫറെന്റ് ആയിട്ടുള്ള ഫോമിൽ. ഓക്കെ, മനസ്സിലായോ? ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അടുത്തത് എഞ്ചിനീയറിംഗ് ഡിസൈനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഡിസൈനെ പറ്റിയാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇത് ശരിക്കും ഓർത്ത് വെക്കും, ഇതിന്റെ ആസ്പെക്ട്സുകൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും. ക്വസ്റ്റ്യൻ അനുസരിച്ച് നല്ല രീതിയിൽ എഴുതുമോ ആൻസർ കേട്ടോ. കുറച്ച് നിങ്ങളുടെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് എഴുതാൻ പറ്റും ഈ ഒരു സെക്ഷനിൽ. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? പറഞ്ഞാലും ക്ലിയർ അല്ലേ?